നമസ്തേ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എയിംസ് ന്യൂഡൽഹിയിൽ ശ്രീനന്ദ് സർമിലുമായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിനൊക്കെ ശേഷമാണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ആ ക്യാമ്പസിൽ നിന്ന് നമുക്ക് പോലും കിട്ടിയൊരു മോട്ടിവേഷൻ, ഒരു പ്രൊമോഷൻ, അത് വളരെ വലുതാണ്. നിങ്ങളെ കാത്തിരിക്കുന്നതും അതുതന്നെയാണ്. 720 ഔട്ട് ഓഫ് 720. കൃത്യമായിട്ടും മെയ് 4 യാത്ര നമുക്ക് 60 ദിവസങ്ങൾ, ഏതാണ്ട് 60,000-ഓളം ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര, നീറ്റിന് 600 മുകളിലുള്ളൊരു മാർക്ക്, ഇതൊക്കെയാണ് നാം ഇനി സ്വപ്നം കാണേണ്ടത്. ഒപ്പം 720. എന്തൊക്കെയാണ് ഈ ലാസ്റ്റ് 60 ദിവസത്തെ പ്ലാൻ എന്നുള്ളത് നമുക്ക് ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന +1 +2 വിദ്യാർത്ഥികളുണ്ട്. +2വിന് ശേഷം 1 വർഷം അല്ലെ 2 വർഷമൊക്കെ ആയിട്ട് നീറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരോടും നമുക്കിപ്പം ശ്രീനന്ദ് ആണെങ്കിലും നന്ദിത ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കുട്ടികൾ പറഞ്ഞതും അവസാന ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഏതാണ്ട് ഒന്നു തന്നെയായിരുന്നു അല്ലേ? അപ്പം ഈ 60 ദിവസത്തെ നമ്മുടെ സ്റ്റഡി പ്ലാൻ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഒരു പക്ഷേ ഞങ്ങൾ പറയുന്നതിനേക്കാളും അത് ചെയ്ത് വിജയിച്ച ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ പല വീഡിയോസും കണ്ടു കാണും. അവരുടെ എല്ലാം വീഡിയോ നമ്മൾ അപ്പോഴപ്പോഴേ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. എന്നാലും അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ തോന്നി. കാരണം ഈ സമയത്ത് നമ്മൾ ശരിക്കും ബ്രില്യൻറ്റിൻ്റെ കോമ്പിനേഷൻ മോഡലുകൾ എഴുതാൻ തുടങ്ങുകയാണ്. യൂണിറ്റ് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കോമ്പിനേഷൻ മോഡൽ വരുമ്പം നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് 3 യൂണിറ്റുകളാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൽ തന്നെ ഏകദേശം 3 ചാപ്റ്റർ 4 ചാപ്റ്റർ വരുന്നുണ്ട്. ചില യൂണിറ്റുകളുടെ പ്രാക്ടിക്കൽസും കൂടെ കയറി വരുന്നുണ്ട്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുമ്പോൾ. അപ്പോൾ ഇത്രയും യൂണിറ്റുകൾ വരുമ്പോൾ 3 യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഏതാണ് ഞാൻ പഠിക്കേണ്ടത്? ആദ്യം ഫിസിക്സ് പഠിക്കണോ, ആദ്യം കെമിസ്ട്രി പഠിക്കണോ, ആദ്യം ബയോളജി പഠിക്കണോ? അങ്ങനെ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സമയമാണ് കോമ്പിനേഷൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇവിടെയാണ് ഒരു പ്രയോറിറ്റി. നിങ്ങൾ ചാപ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം ഇതുവരെ നമ്മൾ പ്രയോറിറ്റി ഒന്നും ഇല്ല, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിച്ചു വന്നത്. പക്ഷേ ഒരു സിംഗിൾ യൂണിറ്റ് മോഡൽ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾ യൂണിറ്റ് വൈസാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റും എഴുതിയപ്പം നിങ്ങൾക്കറിയാം ഫിസിക്സിൽ ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിലാണ് ഞാൻ കുറച്ച് പുറകിലോട്ട് പോയത്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ മറന്നുപോയത്, എവിടെയാണ് ഞാൻ കുറച്ച് സ്ലോ ആയതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ അറിയാം. നമ്മൾ വീക്ക്ലി എഴുതിയതുപോലെ അല്ല. കാരണം യൂണിറ്റ് എഴുതിയപ്പോൾ നമ്മളെല്ലാം മോഡൽ എക്സാം നീറ്റിൻ്റെ അതേ പാറ്റേണിൽ അതേ രീതിയിൽ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ആവറേജ് ഉണ്ടായിരുന്നു, ഏറ്റവും ഈസി ലെവൽ ക്വസ്റ്റനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതിയ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം ഞാൻ എന്താണ്, എനിക്ക് ഏതാണ് എൻ്റെ കുറവ്. അത് ഓരോരുത്തർക്കും വെവ്വേറെയാണ്. ചില ആൾക്കാർക്ക് ഫിസിക്സ് ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കുമ്പോൾ അതേ ചാപ്റ്റർ വേറൊരാളിൻ്റെ സ്കോറിംഗ് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അതിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. എനിക്ക് ഏറ്റവും അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല മാർക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്ത ഒരു കാര്യം, അതിനി നിങ്ങൾ ഭയങ്കര ഇൻ ഡെപ്തിൽ പോയി വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവിടെ ഫലങ്ങളുമില്ല. കാരണം നമുക്ക് ഏറ്റവും നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതിന് വീണ്ടും മുഴുവൻ ആദ്യം തൊട്ട് അത്രയും തന്നെ സമയം കൊടുക്കുന്നത് നമുക്ക് വൃഥാവിലാണ്, ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഷോർട്ട് നോട്ട്സുകളോ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ചാർട്ടുകളോ ഫോർമുല ബുക്സോ, ഇനി ഇതൊന്നും ഇല്ലാത്തവർ അയ്യോ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. ബ്രെയിൻ പോയിന്റർ പോലെയുള്ള ഏറ്റവും ഷോർട്ടായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുക. കാരണം നമ്മൾ എഴുതിയെങ്കിലും നമ്മൾ മറന്നു പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി മാത്രം നിങ്ങളൊന്ന് മറിച്ച് നോക്കുക. ഇനി അതല്ല, നമുക്ക് ഏറ്റവും കുറവ് മാർക്ക് വന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ്, അതിനാണ് കോമ്പിനേഷൻ മോഡലിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സമയം കൊടുക്കേണ്ടത്. കാരണം അവിടെ നമുക്ക് എന്തോ മിസ്സിംഗ് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ വേറെയും ഒരു കാര്യം, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എവിടെയാണ് എനിക്ക് തെറ്റിയത്, ആ ക്വസ്റ്റ്യനെയാണ് ഇനി നിങ്ങൾ കുറച്ച് സമയം കൊടുത്ത് പഠിക്കേണ്ടത്. ഞാൻ യൂണിറ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഇന്ന ചാപ്റ്ററിലെ ഇന്ന ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അതെന്താണ് തെറ്റിയത്? ശരിക്കും പറഞ്ഞാൽ പരീക്ഷാ ഹാളിൻ്റെ ആ ഒരു ആംബിയൻസിൽ എനിക്ക് തെറ്റിപ്പോയതാണോ, അതല്ല എനിക്ക് അന്നത്തെ ദിവസം ഇച്ചിരി പനിയോ ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തെറ്റിപ്പോയതാണോ, തലേ ദിവസം ഉറക്കം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ, അതല്ല എനിക്ക് കോൺസെപ്റ്റ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? ഇതൊന്നുമല്ല, എല്ലാം എനിക്ക് അറിയായിരുന്നു പക്ഷേ എന്തോ തെറ്റിപ്പോയി. ഇത് ശരിക്കും നിങ്ങൾ ആ ക്വസ്റ്റ്യനെയാണ് ഇനി പഠിക്കേണ്ടത്. തെറ്റിയ ഓരോ ക്വസ്റ്റ്യനെയും നിങ്ങളൊന്ന്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിന് സമയം പോവും. ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത്. ആ ക്വസ്റ്റ്യനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പം എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ എവിടെയാണ് എനിക്ക് പാളിപ്പോയതെന്ന് അറിയണം. അതറിയണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു കാര്യം കണ്ടുപിടിക്കണം. കെയർലെസ് മിസ്റ്റേക്കിലൂടെ നഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെങ്കിൽ അതും പോയി ഇൻഡെപ്തിൽ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം അറിയാം, ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ടിരുന്നാൽ മതി എന്ന് വിചാരിക്കാം. ഇനി ചില കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു, പക്ഷെ ടൈം
കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് കൂടുതലായി. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ നമ്മൾ പറയുന്നത് അനുസരിച്ച് പോയ കുട്ടികൾ ചിലപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് എടുക്കുമെന്ന് പേടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോയി എന്നൊക്കെ ഉണ്ടാകാം. അത് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സമയം തികയാത്തവർ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡിജിറ്റ്സ് പോലും മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. കുറച്ച് വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വേഗത കൂട്ടാൻ അങ്ങനെ ചെയ്യാം. അതല്ല കോൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ 2 കാര്യങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു NCERTയുടെ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുകയോ ആ ഭാഗം വരുന്ന വീഡിയോ ക്ലിപ്പിംഗ് അത് കാണുകയോ, ഇതൊന്നും അല്ലെങ്കിൽ പ്രൊഫസേഴ്സിനെ കണ്ട് ആ പോർഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയോ ചെയ്തിട്ട് അതേ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക. തീർച്ചയായിട്ടും ഇനി ഒരു ഇൻഡെപ്ത് വായന, അതായത് ഓരോ ചാപ്റ്ററും അങ്ങനെ പോയി വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. കാരണം അങ്ങനെ നമ്മൾ വായിക്കണം എന്നൊരു മനസ്സിൽ വെക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആവും. കാരണം നമുക്ക് കിട്ടുന്ന ഒരു 2 days 3 days, ഈ 3 daysനുള്ളിൽ 9 ചാപ്റ്റർ അല്ലെങ്കിൽ 10 ചാപ്റ്റർ 3 യൂണിറ്റ് എല്ലാം വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം നിങ്ങൾ ഞാൻ എല്ലാം വായിച്ചിട്ടേ പോകൂ എന്ന് മനസ്സിൽ ഓർത്ത് വെക്കുമ്പോൾ പോകുന്ന ദിവസം ഫിസിക്സിൽ ഒരു ചാപ്റ്റർ വിട്ടുപോയി അല്ലെങ്കിൽ ബയോളജിയുടെ ഒരു ചാപ്റ്റർ വിട്ടുപോകുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഞാനത് വായിച്ചിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ആദ്യം കാണുന്ന ക്വസ്റ്റ്യൻ അതാണെങ്കിൽ തീർന്നു പരീക്ഷ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതൊന്ന് ഇമാജിൻ ചെയ്താൽ മനസ്സിലാകും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന്, ഞാനിത് മുഴുവൻ വായിച്ചില്ല എന്ന് കരുതി എനിക്ക് പ്രശ്നം വരില്ല, എനിക്കൊന്ന് ഓർക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോർട്ട് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് മറിച്ച് നോക്കി ഞാനൊന്ന് ഓർത്ത് വെച്ചാൽ മതി. NCERT പോലും ഒന്ന് പേജ് മറിക്കുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റുകൾ എൻ്റെ മനസ്സിൽ വന്നാൽ മതി. ആ ഒരു ധൈര്യമാണ് ഇനിയുള്ള കോമ്പിനേഷനിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും. കാരണം ഈ ലാസ്റ്റ് 60 ഡേയ്സിൽ നമ്മളൊരു പ്രാക്ടീസ് സെഷൻ, കാരണം നമ്മൾ ഇത്ര നാൾ പഠിക്കുക എന്നുള്ളതാണ് പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ പരിശീലിക്കുക. നമ്മൾ എന്താണോ നമ്മൾ ഈ വർഷങ്ങളിലെല്ലാം പഠിച്ചത്, എന്തൊക്കെയോ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്ററുകളെയും ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കണോ ആ രീതിയിലൊക്കെ ക്ലാസ്സുകളിലൂടെയും വീക്ക്ലി എക്സാമുകളിലൂടെയും യൂണിറ്റ് എക്സാമുകളിലൂടെയും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി പഠിത്തം എന്ന് പറയുന്നതിനെ നമ്മൾ പരിശീലനത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. കാരണം അത് നമ്മൾ ആവർത്തിച്ച് ഇപ്പം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ലെവലിലുള്ളതാണെങ്കിലും ആ പരിശീലന പദ്ധതിയിലൂടെ അവിടെ നമ്മൾ ഏറ്റവും ടോപ്പായി മാറുക, അതിൽ നമ്മൾ ഏറ്റവും നല്ല അവിടെ നമ്മളെ തോൽപ്പിക്കാൻ ആരും ഉണ്ടാവരുത്. അപ്പം ഇനി വാശി എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയോടല്ല, നമ്മുടെ മാർക്കിനോട്. ആ മാർക്കിനോടുള്ളൊരു വാശി നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ മാർക്ക് എത്രയാണെന്നുള്ളത്, ആദ്യത്തെ മാർക്ക് നമുക്ക് മാർച്ച് 30 ആകുമ്പോൾ നമുക്ക് വേണ്ട മാർക്ക്, ഏപ്രിൽ 15 ആകുമ്പോൾ നമുക്ക് വേണ്ട മാർക്ക്, ഏപ്രിൽ ലാസ്റ്റ് വേണ്ട നമുക്ക് മാർക്ക്. ആ ടാർഗറ്റ് ഇപ്പം നമുക്ക് 300 കിട്ടുന്ന ഒരാൾക്ക് നേരെ 720 ടാർഗറ്റ് അല്ല, നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എത്രയാണോ ടാർഗറ്റ് ചെയ്യാൻ പറ്റുക ആ മാർക്കിനോടുള്ള ഒരു വാശി നമ്മൾ എടുക്കേണ്ടതും, അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പറ്റുമോ, എത്രത്തോളം ഡേറ്റകൾ അനലൈസ് ചെയ്യാൻ സാധിക്കുമോ, എത്രത്തോളം നിങ്ങൾ പ്രീവിയസ്ലി നിങ്ങൾ കണ്ട ചാപ്റ്ററുകളെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമോ, അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശീലന പദ്ധതിയാണ് ഈ 60 ദിവസങ്ങൾ വേണ്ടത്. കാരണം നമ്മുടെ ഈ ലാസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിനകത്ത് ചാപ്റ്ററുകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിന് വന്നിരിക്കുന്ന ഒരു ഈസി ടു മോഡ് ലെവൽ നമുക്കറിയാം. അപ്പം ഇതേപോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2025 മെയ് 4 തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും അവനവൻ എന്തായിരുന്നു, എത്രത്തോളം ഇൻപുട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇനി 60 ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവനവൻ്റെ മനസ്സാക്ഷിയോട് കൃത്യമായിട്ട്, അതിനെ നമുക്ക് കളിപ്പിക്കാനാവില്ല. അപ്പം അതിനോട് കൃത്യമായിട്ട് നമുക്ക് നീതി പുലർത്തണം. ഒപ്പം അവിടെ നമ്മൾ ഇതുവരെ നമ്മൾക്ക് ചെയ്തിരിക്കുന്ന ആ നമ്മുടെ കണ്ടൻറ്റിനെ ഏറ്റവും ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് ആ വാശി, അത് നമ്മൾ തീർച്ചയായിട്ടും ആ മാർക്കിനോടുള്ള ആ വാശി എടുക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ഈ 60 ദിവസത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മളിപ്പോൾ 14 മണിക്കൂർ 15 മണിക്കൂറൊക്കെ നമ്മൾ വളരെ വിശ്രമമില്ലാത്ത ഒരു പഠിത്തമാണെങ്കിൽ ഇനി ഒന്ന് അയഞ്ഞ് ഒന്ന് കാമാകേണ്ട സമയം കൊണ്ടാണ്. കാരണം ഇനി നമുക്കൊരു കുതിപ്പാണ് ഏപ്രിൽ മാസത്തിൽ നമുക്ക് വേണ്ടത്. അപ്പം അതിന് മുമ്പുള്ളൊരു സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് നമുക്ക് പറയും ഈ മാർച്ച് മാസത്തിലെ ഈ ഒരു കാലയളവിനെ, അല്ലേ? തീർച്ചയായിട്ടും സാർ. അതിൽ സാർ പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞതാണ്, ഞാൻ 10 മണിക്കൂറൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ യൂണിറ്റ് എക്സാമിന് ഇച്ചിരി മാർക്ക് പറഞ്ഞപ്പോൾ അത് പോരാന്ന് കരുതിയിട്ട് ഞാൻ 14 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂറൊക്കെ ആക്കുന്നു. അങ്ങനെ ആക്കിയപ്പോൾ ഉറക്കം മാറുന്നു. ഉറക്കം
മാസം മാറിയപ്പോഴത്തേക്കും എനിക്ക് തലവേദന വരുന്നു, പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ നിരന്തരമായിട്ട് പോകേണ്ടി വരുന്നു, മൈഗ്രെയിൻ വരുന്നു, ഗുളിക കഴിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും പല സീരിയസ് ആയിട്ട് ഈ പഠനം കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അവർക്ക് സീരിയസ്നെസ് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് യൂണിറ്റ് എക്സാമിന് മാർക്ക് കുറഞ്ഞത് പല കുട്ടികളും കേട്ടോ, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ എങ്കിലും അതിലൊരു ചീത്തക്കാര്യം കൂടെ ഉണ്ട്. അവർ വിചാരിക്കുന്നത് അവരുടെ ആ ഒരു വർക്ക് ഇട്ടത് അവരിട്ട എഫേർട്ട് കുറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ്, ഇത്രയും കൂടുതൽ ഉറങ്ങിയത് കൊണ്ടാണ് എനിക്കിത് കിട്ടാത്തതെന്ന് തോന്നൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തെ കണക്കാക്കാതെ നമ്മൾ ഈ 12 വർഷമായിട്ട് അല്ലെങ്കിൽ 13 വർഷമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം, കാരണം 7 മാസം കൊണ്ടല്ല നിങ്ങളിത് ചേഞ്ച് ചെയ്യുന്നത്, ഈ ഒരു 2 മാസം കൊണ്ട് പെട്ടെന്നൊരു സഡൻ ചേഞ്ചിലേക്കൊന്നും നമുക്ക് ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് പോകാൻ നോക്കുന്നതിൻ്റെ ഒരു വെപ്രാളം പല കുട്ടികളും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ 10 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ ഇത് കുറഞ്ഞത്, അവിടെ എൻ്റെ സ്റ്റഡിയുടെ ഒരു ഇഫക്റ്റീവ്നെസ് ആണോ അല്ലെങ്കിൽ അവേഴ്സിൻ്റെ ഡ്യൂറേഷൻ്റെ കുറവാണോ എന്നുള്ളത് നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പാരൻസും, നീ ബാക്കി എല്ലാവരും 14 മണിക്കൂർ പഠിക്കുന്നുണ്ടല്ലോ, നീ എന്തേ 12 മണിക്കൂർ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിന് അത് കുറേ നാളായിട്ട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യത്തിന് ചേഞ്ച് ചെയ്യുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ അതുവരെ ഉണ്ടായിരുന്ന മാർക്കിനെ പോലും ഏറ്റവും കുറച്ചുകൊണ്ടാണ്. കാരണം ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാലോ അല്ലെങ്കിൽ തലവേദന വന്നാലോ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു ഈ കോമ്പിനേഷൻ വരുമ്പോൾ പലരും വിചാരിക്കുന്നത് സിംഗിൾ യൂണിറ്റിൽ എനിക്ക് അത്രയും പ്രശ്നം വന്നത് ഞാൻ ഇൻപുട്ട് ഇടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇൻപുട്ട് ഇടാത്തത് കൊണ്ടാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം, ഇൻപുട്ട് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ ഇടുന്ന വർക്ക് കൂടി തന്നെ വേണം. പക്ഷെ അവിടെ എപ്പോഴും നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് നിങ്ങളൊരു അവയർനെസ്, ഒരു കോൺഷ്യസ് ആയിട്ട് തന്നെ വേണം. കാരണം നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം, നമുക്കിപ്പോൾ 10 കിലോയുള്ള ഒരു ആളിന് 100 കിലോ ഉള്ള ഒരു കല്ലെടുത്ത് പൊക്കണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അത് നടക്കില്ല. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വീണ് പോകും. അപ്പോൾ അത് നമ്മൾ തന്നെ കുറച്ചൊന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റിപ്പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, അതിന് ഞാൻ ഇതാണോ ചെയ്യേണ്ടത്, ഞാനൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുതൽ പഠിച്ചാൽ മാത്രം മതിയോ, അതാണോ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അനാലിസിസ് അത് ഇവിടെ നിങ്ങൾ നടത്തണം. ആ അനാലിസിസ് നിങ്ങളെ മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഹെൽത്തി ആയിട്ട് വെക്കും. കാരണം ഈ സമയത്തുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് അത് ഇതിനേക്കാളും വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഒരു റാപ്പിഡ് ചേഞ്ച് വേണ്ടെന്നല്ല, ചേഞ്ച് വേണം. പക്ഷെ ആ ഒരു റാപ്പിഡ് ചേഞ്ച് നിങ്ങളെ മനസ്സിലാക്കാതെയുള്ള ഒരു ചേഞ്ച് അതിലേക്ക് ചാടി പോണ്ടെന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഡിസംബർ 31 2024 ഡിസംബർ 31 നാം എന്തായിരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഗ്രാഫിൽ നാം എവിടെയായിരുന്നു? പിന്നീടുള്ള 79 ദിവസങ്ങൾ, ജനുവരിയിലും ഫെബ്രുവരിയിലും 79 ദിവസങ്ങൾ നാം പഠിക്കുക എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ കടന്നുപോയി. എന്താണ് നമ്മളുടെ ഗ്രാഫിൻ്റെ പൊസിഷൻ? അപ്പം അവിടെയാണ് നാം എന്ന വ്യക്തിയോട് നമ്മളോട് തന്നെ ചോദിക്കുന്നു, നമുക്ക് എത്രത്തോളം ഇൻപുട്ട് ഇടാൻ സാധിച്ചു, നമ്മൾ എത്രത്തോളം പഠിക്കുക എന്ന പ്രോസസ്സിലൂടെ കടന്നുപോയി, എത്രത്തോളം എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റി, എൻ്റെ ഔട്ട്പുട്ട് ബെറ്റർ ആക്കാൻ പറ്റി എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ ഇനിയുള്ള 60 ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ കഴിഞ്ഞ 90 ദിവസങ്ങൾ ചെയ്തത് തന്നെ വീണ്ടും അടുത്ത 60 ദിവസവും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് മാറ്റം വരുന്നത്? അവിടെയാണ് ഈ ലാസ്റ്റ് 60 ഡേയ്സിൽ വളരെ എഫക്റ്റീവായിട്ട് 81 ചാപ്റ്ററുകൾ, ഒരു ചാപ്റ്ററുകൾക്കും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നോ ഒഴിവാക്കേണ്ടതെന്നോ ഇല്ല. എവിടെ നിന്നും ചോദ്യങ്ങൾ വരാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററിൽ നിന്നോ ഏറ്റവും ഡെപ്തുള്ള ചാപ്റ്ററിൽ നിന്നോ ഒക്കെ ചോദ്യങ്ങൾ വരാം. നമുക്ക് 81 സ്ക്രീൻഷോട്ടുകൾ നമ്മളുടെ മനസ്സിലൂടെ മിന്നി മറയണം. 180 മിനിറ്റ് ഇതിനുള്ള ഒരു പരിശീലന പദ്ധതി, അത് കൃത്യമായിട്ട് നമുക്ക് ടൈം ബൗണ്ടായിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു ആരോഗ്യം, നമ്മുടെ ഒരു പോസിറ്റീവ് മൈൻഡ്, ഇതെല്ലാം നമുക്ക് ഈ 60 ദിവസം ഇതിലാണ് നമ്മളുടെ ഗ്രാഫിന് മാറാനിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആ ഒരു എഫേർട്ട് തന്നെ വീണ്ടും എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പം ശ്രീനന്ദ് പറഞ്ഞ പോലെ തന്നെ അവസാനത്തെ 90 ദിവസം ഞാൻ പ്ലാൻ ചെയ്തു 720, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതിനായിട്ട് ഞാൻ ഇത്രയും നാളെടുത്ത എഫേർട്ടിൽ ഇനി എന്തൊക്കെ ഞാൻ ചെയ്യണം, ആ 1 മണിക്കൂർ പഠിക്കുന്ന മണിക്കൂറുകളിൽ ഞാൻ എടുക്കേണ്ട എഫേർട്ട് എത്രത്തോളമാണ്. ഒരു മെറ്റീരിയലും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടില്ല. NCERT മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. പലപ്പോഴും ഈ പറയുന്ന പോലെ മാർക്ക് കുറഞ്ഞപ്പോൾ പോലും വേറൊന്ന് പഠിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ NCERT-യിലേക്ക് തിരിച്ചു വന്ന് ആ കുറവ് നികത്തി എന്നാണ് ആ കുഞ്ഞുങ്ങളെല്ലാവരും, ശ്രീനന്ദ് ഉൾപ്പെടെയുള്ള അതിന് മുന്നേയുള്ള വർഷങ്ങളിൽ പോയ ഗൗരീശങ്കർ ആണെങ്കിൽ എല്ലാവരെയും ഞങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ വാക്കുകളാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജിയും ഇത് തന്നെയായിരുന്നു. അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ട്. ഇത്ര മണിക്കൂർ ഇന്ന ദിവസം ഞാൻ എന്ത് ചെയ്യണം, അതിലവർ ഫോക്കസ്ഡ് ആണ്. ആ ഒരു ഫോക്കസ് നിങ്ങൾക്കും വേണം, അത് കൃത്യമായിട്ട് വേണം. ചിലപ്പോൾ ഒരു ദിവസം ഒന്ന് മാറിപ്പോയേക്കാം, അതൊക്കെ സാരമില്ല. പക്ഷെ എങ്കിലും നമുക്ക് ഓവറോൾ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുൻപ് ഇന്ന ദിവസത്തിൽ ഇന്നതായിരിക്കണം, ഇത്ര കാരണങ്ങളുണ്ട്, എനിക്ക് ഇന്ന സാധനത്തിൽ എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പോസിറ്റീവ്, ഇതാണ് എൻ്റെ നെഗറ്റീവ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ
ക്യാപ്ചർ ചെയ്ത് അതിനോട് മുന്നേറുമ്പോഴാണ് നമുക്ക് പിന്നെ ഒന്നിനോടും നമ്മൾ നോ പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ മുന്നോട്ട്. ഇപ്പൊ ചില സബ്ജക്റ്റിനോട് നമ്മൾ ചില ടോപ്പിക്കിനോടെങ്കിലും ഒരു നോ പറഞ്ഞ് അയ്യോ വേണോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കാര്യത്തിനോടും നമുക്ക് നോ ഇല്ല. കാരണം 720 എന്ന് പറഞ്ഞ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിനോടും നോ ഇല്ല, ഒരു ചാപ്റ്ററിനോടും നോ ഇല്ല, ഒരു കണ്ടന്റിനോടും നോ ഇല്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ് ഈ ഒരു 2 months എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ 650+ നിൽക്കുന്ന എല്ലാവർക്കും ടാർഗറ്റ് ചെയ്യാവുന്ന ഏതാണ്ട് 1000-നടുത്ത് കുട്ടികൾ 650+ലുണ്ട്. 1000 പേർക്കും ടാർഗറ്റ് ചെയ്യാവുന്ന, പ്രിലിമിനറി തന്നെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ് 720 എന്ന് പറയുന്നത്. അതിനകത്തോട്ട് എത്താനുള്ള ആ പൂർണ്ണത, നെഗറ്റീവുകൾ ഭയക്കാതെ, എക്സാമിനെ ഭയക്കാതെ, എക്സാം സ്ട്രെസ് ഇല്ലാതെ ആ ഒരു ദിവസം നമ്മളുടേതാക്കി മാറ്റാവുന്ന രീതിയിൽ ഈ ഒരു 60 ദിവസത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. എല്ലാം നമുക്ക് മെയ് 4 തന്നെയാണ്. എല്ലാ ദിവസവും നമുക്ക് മെയ് 4 തന്നെയാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതും ഉണരുന്നതും ആരോഗ്യത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം ആ ഒരു ദിവസം നമുക്ക് ഏറ്റവും നന്നാക്കാനുണ്ട്. പക്ഷേ അതിന് മുമ്പുള്ള 60 ദിവസവും നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിരിക്കണം, ഏറ്റവും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. കാരണം ആ ഒരു ദിവസം പോരാ. അപ്പം ആ മെയ് 4-ാം തീയതി നമുക്ക് എത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കണമോ ഈ 60 ദിവസങ്ങൾ നിങ്ങൾ അതേ എല്ലാ ഹാബിറ്റുകളും അല്ലേ, നമ്മുടെ ഡെയിലി റുട്ടീൻസ് എല്ലാം ആസ് പെർ നമുക്ക് മെയ് 4-നനുസരിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഈ 720-ലോട്ട് നമ്മൾ പറഞ്ഞാൽ ഉറങ്ങി ഉണരുന്ന സമയം പോലും നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ആ ക്ലോക്ക് ഇങ്ങനെ റിത്തമിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഉച്ച കഴിഞ്ഞിട്ടാണ് എക്സാം, 2 to 5 ആണ് എക്സാം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നോർമലി ഉറങ്ങുന്ന സമയമായിരിക്കണം. പക്ഷെ ആ സമയത്ത് ആ 3 മണിക്കൂറിലാണ് ഈ 81 ചാപ്റ്ററുകൾ നമുക്ക് 180 മിനിറ്റ് കൊണ്ട് നമുക്ക് മിന്നി മറയേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെ ഒരു എക്സസൈസ് ആണ്. ഈ എല്ലാ ദിവസവും 2 മുതൽ 5 വരെ, ഇപ്പോൾ ബ്രില്യൻ്റ് മോഡലുള്ള ദിവസം അതുണ്ട്. അതല്ലാത്ത ദിവസങ്ങളിലും 2 മുതൽ 5 വരെ ഒരു മോഡൽ എഴുതുക. അതിന് എഴുതുമ്പം അതെങ്ങനെ വേണം, ഞാൻ മെയ് 4-ാം തീയതിയിലത്തെ മോഡൽ എഴുതുകയാണ്, ടൈം ഇവിടെ പ്രാധാന്യമാണ്, ഇവിടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ആ 720-ലോട്ട് എത്താനുള്ള പ്രാക്ടീസാണ്, എല്ലാ ദിവസങ്ങളും എനിക്കിതാണ്. അപ്പം അത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അത് കൃത്യമായിരിക്കണം. അവിടെ ഒരു ഓവർ എഫേർട്ട് അല്ലെ, ഒരു കൂടുതൽ ഹാർഡ് വർക്ക് അല്ല. പക്ഷെ എന്നാ അങ്ങനെ കോൺഷ്യസ്നസ് കുറഞ്ഞ പോട്ടെ സാരമില്ല അങ്ങനെയും വെക്കരുത്. എല്ലാത്തിനും ഒരു ബാലൻസ് നമുക്ക് വേണം. ചിന്തയ്ക്ക് ബാലൻസ് വേണം, നമ്മുടെ പഠനത്തിന് ബാലൻസ് വേണം, നമ്മുടെ ഇഫേർട്ടിന് ബാലൻസ് വേണം, ഹാർഡ് വർക്കിന്, സ്ലീപ്പിന്, എല്ലാത്തിനും ഇനി ഒരു ഋതമാണ് വേണ്ടത്, ഒരു ബാലൻസ് ആണ് വേണ്ടത്. കാരണം ഇനി ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതും നമ്മളെ പ്രശ്നം ഉണ്ടാക്കും, തീരെ കുറഞ്ഞു പോയാലും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഒരു ഹാർമണി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള കുറച്ച് ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഡെഫിനറ്റ് ആയിട്ടും. കാരണം എനിക്ക് തോന്നുന്നു കോമ്പിനേഷനൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ സീരിയസ്നെസ് കുറച്ചുകൂടെയൊക്കെ കൂടി വരുന്നത്. അവനവന്റെ ഒരു പൊട്ടൻഷ്യലും എടുക്കാൻ പറ്റുന്നത് ഇനിയുള്ള സമയമാകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. കാരണം യൂണിറ്റ് എക്സാം എന്ന് പറഞ്ഞപ്പോഴും വീക്കിലി എഴുതിയ ചാപ്റ്ററുകൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. കുറേ നാളിന് ശേഷമാണ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറവുകൾ യൂണിറ്റിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ കോമ്പിനേഷൻ വരുമ്പോഴേക്കും ഓൾറെഡി നമ്മൾ എത്രയോ പ്രാവശ്യം അത് വായിച്ചു കഴിഞ്ഞു. വീണ്ടും അത് ഒന്നുകൂടെ നമ്മളൊന്ന് പോളിഷ് ചെയ്യണം. ഇനി ഒരു പോളിഷിങ്ങേ ഉള്ളൂ. ശരിക്കും പരിശീലിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ അത് തന്നെയാണ് ആ തുടങ്ങുന്നത്. 60 ദിവസം 60,000 ചോദ്യങ്ങൾ നമ്മൾ കാണുന്നു, അത് പരിശീലിക്കുന്നു. ആ ഡാറ്റയെ അനലൈസ് ചെയ്യാനായിട്ടുള്ള കഴിവ് നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ബ്രില്യൻറ്റിൻ്റെ മോഡലുകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കുന്നു. അതിനകത്ത് ശരി ഏതാണ്, തെറ്റിപ്പോയത് ഏതാണ്, എവിടെയാണ് എനിക്ക് മിസ്സിങ് ഉണ്ടായിരിക്കുന്നത്, അതെല്ലാം അതിനനുസരിച്ച് ആ ബ്രില്യൻറ്റിൻ്റെ മോഡൽ അനുസരിച്ച് നമ്മൾ തന്നെ പഠിക്കും. പക്ഷെ ബാക്കിയുള്ളത് പരിശീലിക്കും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു ദിവസം, ഏതെങ്കിലും ഒരു വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു ദിവസം നമുക്ക് കാണണം. ബാക്കിയുള്ളൊരു 3 മോഡലിൻ്റെ എങ്കിലും നമ്മൾ ചെയ്തു നോക്കണം. അതിനകത്ത് ശരി തെറ്റുകൾക്കൊക്കെ അപ്പുറത്ത് ആ ചാപ്റ്ററുകളിലൂടെ കടന്നു പോകുമ്പോഴുള്ള തിരിച്ച് നമ്മൾ ഡാറ്റ, നമ്മുടെ തലച്ചോറ് നമ്മളതെല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതിനെ എത്ര പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യാൻ സാധിക്കും, അതിലേത് ഇക്വേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിൻ്റെ ലെങ്ത്തുകൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണ്, ഇതിനകത്ത് എനിക്ക് മിസ്സിങ് ഉണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ദിവസം 1000 ചോദ്യങ്ങളിലൂടെ, എല്ലാ ദിവസവും പുതിയ പുതിയ 1000-ങ്ങളല്ല ചെയ്തത് തന്നെ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ ഡേറ്റ എന്താണ്, ഓരോ വാക്കുകളും എന്താണ്, അത് ഏത് ക്വസ്റ്റ്യനാണ്, ഏത് ചാപ്റ്ററാണ്, എങ്ങനെയാണ് അതിനെ ഞാൻ അപഗ്രഥിക്കേണ്ടത്, എങ്ങനെയാണ് 4 ചോയ്സിൽ നിന്നും ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ആ 4 ചോയ്സുകളിൽ നിന്ന് നമുക്ക് എലിമിനേഷനാണ് കുറച്ചും കൂടെ എളുപ്പം. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രീനന്ദിനോട് സംസാരിച്ചപ്പോൾ ശ്രീനന്ദിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് മാർക്കിന് എല്ലാവരും പേടിക്കുന്നതാണ്, അപ്പോൾ മോൻ എന്താ പേടിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എന്തൊക്കെയാണ് സ്ട്രാറ്റജി അത് തന്നെ അവോയ്ഡ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഒരു വലിയ കാര്യം ഇത് തന്നെയാണ്. എനിക്ക് 100% ഉറപ്പുള്ളത് ഞാൻ എഴുതി, ബാക്കിയുള്ളത് പല കാര്യങ്ങളിലൂടെ കടന്നുപോയാൽ ഒന്നെന്ന് പറയുന്നത് ഓപ്ഷൻ എലിമിനേഷനാണ്. എനിക്ക് ഡാം ഷുവറുള്ള 2 ഓപ്ഷൻ എനിക്ക് അല്ലാന്ന് അറിയാം, ഓക്കെ, അത് ഞാൻ എലിമിനേറ്റ് ചെയ്തു. ബാക്കി 2 ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, പോസിബിലിറ്റീസ്, ഈ ആൻസർ വരാനുള്ള പോസിബിലിറ്റീസ് എത്രയാണെന്ന്. അപ്പോൾ ആ പോസിബിലിറ്റീസ് ആലോചിക്കുമ്പോൾ
ഒരിക്കലും 4 ഓപ്ഷൻസ് വെച്ചിട്ടല്ല പോസിബിലിറ്റി ആലോചിച്ചത്. 2 ഓപ്ഷൻ ഡാം ഷുവർ ഇതല്ല, അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇതുമായിട്ട് ഒരു കണക്ഷനും ഉള്ളതല്ല എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. അതിനാണ് ഈ പറയുന്നത്, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുന്നോ അത്രത്തോളം. പിന്നെ വേറെയും ഒരു കാര്യം, ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ റാൻഡമായിട്ട് ഓപ്ഷൻ നോക്കിയാൽ പോരാ. നമ്മൾ ഓരോ ഓപ്ഷനും അതിനോട് കണക്ട് ചെയ്ത് വരുന്ന ഓപ്ഷൻ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ 4 1 5 ക്വസ്റ്റ്യൻ പഠിക്കുന്ന രീതിയിൽ വേണം പോകാൻ. ആ 4 ഓപ്ഷനും അതിനുമായിട്ടുള്ള ബന്ധം എന്താണ് ഈ ഓപ്ഷൻ ഇവിടെ തന്നത്, ഇതും കൂടെ ഒന്ന് ആലോചിക്കാനുള്ള ഒരു സമയം. ബയോളജിക്ക് പ്രത്യേകിച്ചും ഒരു സാധനം തരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഇതിനോട് ചേർന്ന് വന്നത്, അതുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ്, എനിക്ക് കറക്ഷൻ വന്നു പോയി അല്ലെങ്കിൽ തെറ്റ് വന്ന അനാലിസിസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ശരിയായത് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ബാക്കി ഓപ്ഷൻ നോക്കാതെ പോയത്. എങ്കിൽ പോലും ബാക്കി ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഇതിനോട് ചേർന്ന് വന്നത്. പിന്നെ ഫിസിക്സിൻ്റെ ഒക്കെ കാര്യത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെയ്തു വരുമ്പോൾ ഒരു ആൻസർ കിട്ടും, അത് ഓപ്ഷനിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി, ഞാനത് എഴുതി. പക്ഷേ ഓപ്ഷൻ കീ വന്നപ്പോഴാണ് അറിഞ്ഞത് അതല്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ഞാൻ എഴുതിയ ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഓപ്ഷനിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വരാനുള്ള ഒരു പോസിബിലിറ്റി എവിടെയോ ഉണ്ട്. ആ പോസിബിലിറ്റി എന്തെന്ന് മനസ്സിലാക്കിയാലേ അതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ കണക്ക് ചെയ്ത് വരുമ്പോൾ എനിക്കൊരു ആൻസർ വേറൊരാൾക്കൊരു ആൻസർ അല്ല, നിങ്ങൾക്ക് കിട്ടുന്ന അതേ ആൻസർ ഓപ്ഷനിലുണ്ട്. അപ്പോൾ എന്തോ ഒരു തരത്തിൽ എവിടെയോ ഒരെണ്ണത്തിൽ കുട്ടികൾക്ക് മിസ്സിങ് വരാമെന്നും അങ്ങനെ ഒരു മിസ്സിങ് വന്നാൽ ഈ ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നും അറിയുന്ന ആൾക്കാരാണ് ആ ഓപ്ഷനും കൂടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അതാണ്. ഞാൻ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ വന്നത്, ഇതും അവിടെ ഉണ്ടല്ലോ, ഇവിടെ എവിടെ എനിക്ക് മിസ്സിങ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞു പോയ ഒരുപാട് പ്രാവശ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോകുമ്പോൾ നമ്മൾ ശരിക്കും ആ ക്വസ്റ്റ്യനെ പഠിക്കുമ്പോഴാണ് നമ്മൾ കോൺസെപ്റ്റിന് കൃത്യമായിട്ട് നമുക്ക്. പിന്നെ വേറെയും ഒരു കാര്യമുണ്ട് സർ, പലർക്കും ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി തിയറി ഭയങ്കര ഇൻഡെപ്തിൽ വായിച്ചില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം നിങ്ങളോടും പറയുന്നു, നമുക്ക് ഒരു കാര്യം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എഴുതാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കത് അറിയാം. അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം നമുക്ക് ഊഹിച്ചൊന്നും അത്രയും പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പോൾ വിത്തിൻ ടൈം ലിമിറ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് എഴുതാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാം. അല്ലാതെ നമ്മൾ കറക്കി കുത്തിയതല്ല. നിങ്ങൾ കുറച്ച് പേരെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഇപ്പം ഇച്ചിരി കുറയുന്നതായിട്ട് ഞാൻ കറക്കി കുത്തിയതല്ലേ, അല്ലെങ്കിൽ എനിക്കിത് അറിയാമായിരുന്നു, ഇനി ഞാൻ വായിക്കണോ, ഒന്നും വേണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്പർ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ഉറച്ചുകൊണ്ടേ ഇരിക്കും. ഇനി അവിടെ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ വായിക്കണ്ടെന്നല്ല, പക്ഷേ അതിനുവേണ്ടി മാത്രം ഞാൻ വായിച്ചില്ല എന്നുള്ളൊരു പേരിൽ മാത്രം ഇനിയുള്ള പരീക്ഷകൾ കയ്യിൽ നിന്നും തെന്നിപ്പോകരുത്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് സമയമുണ്ട്. കൃത്യമായിട്ടും നമുക്ക് വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ നിന്ന് മാറിയിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞ ആ വാക്ക് തന്നെ, റിതമിക്കാവുക, ആ താളം കണ്ടെത്തുകയാണ് ഈ 60 ദിവസത്തിൽ ചെയ്യേണ്ടത്. കൃത്യമായ വാക്ക് തന്നെയാണത്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ 1000 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് NCERT വായിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്ട് നോട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ പോയിൻ്റർ, നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്, ഇതിലൂടെ എല്ലാം കടന്നു പോകാനുള്ള സമയമുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ഇതിനെല്ലാം നമ്മൾ വളരെ വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ച് വളരെ സമയമെടുത്ത് പഠിച്ചതാണ്. ഇനി നമുക്ക് 1 മണിക്കൂർ എടുത്ത് പഠിച്ച യഥാർത്ഥത്തിൽ ഇനി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കടന്നു നോക്കിയേ പറ്റൂ. അങ്ങനെയാണ് നമ്മൾ ഈ 60 ദിവസത്തെ പ്ലാൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അപ്പം അവനവൻ്റെ കഴിവുകൾക്കും കഴിവുകേടുകൾക്കും ഒക്കെ അപ്പുറത്ത് ഈ 60 ദിവസം നാം ചെയ്യേണ്ട ഒരു പ്ലാൻ, പരിശീലന ഒരു പദ്ധതി, അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് കടന്നു പോയിട്ട് എത്രത്തോളം ചോദ്യങ്ങളിലൂടെ കടന്നു, ശരിയാണ് 1000 ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം, അതിനപ്പുറത്തേക്കും നിങ്ങൾക്ക് കടന്നു പോകാം. പക്ഷേ എല്ലാ ദിവസവും പുതിയ ചോദ്യങ്ങൾ കണ്ടെത്തുവാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നമുക്ക് ഒരു ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവിനെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഡാറ്റകളെല്ലാം നോക്കി നമ്മൾ ആദ്യം കണ്ടപ്പോഴേ ശരിയാണ് ഇതിനകത്ത് ആൻസർ ഉണ്ട് കിട്ടി, പക്ഷേ ആൻസർ വന്നപ്പോൾ നമ്മുടെ കീ വന്നു കഴിഞ്ഞപ്പോൾ തെറ്റി. കാരണം അതിനകത്ത് ഒന്നെങ്കിൽ ലെസ് ദാനോ അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് എന്നോ അല്ലെങ്കിൽ അതർ ദാനോ എന്തോ ഒരു വാക്ക് നമ്മൾ ക്വസ്റ്റ്യനിലുള്ളത് ശ്രദ്ധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഈ ആൻസർ തന്നെ നമുക്ക് വന്നത്. അപ്പം ഈ കൃത്യമായിട്ട് ഓരോ ചോദ്യത്തിലെയും വാക്കുകൾ കണ്ടുപിടിക്കാനും അതിനകത്തെ 4 ചോയ്സിനെയും അപഗ്രഥിക്കാനും 4 ചോയ്സിനെയും കൃത്യമായിട്ട് അപഗ്രഥിച്ച് ആൻസറിലോട്ട് എത്താനും ആ ചോയ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടും ടൈം കീപ്പ് ചെയ്യാനായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാനും ഒക്കെയുള്ള എല്ലാത്തിനുള്ളൊരു പരിശീലന പദ്ധതിയാണ് കൃത്യമായിട്ടും 60 ദിവസത്തെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 60 ദിവസങ്ങൾ, 60,000 ചോദ്യങ്ങൾ, 600-ന് മുകളിൽ മാർക്ക്, അത് ആ ഒരു വാശി തീർച്ചയായിട്ടും നമ്മൾ കടന്നു പോകണം. അതിനകത്ത് നിങ്ങൾക്ക് മിസ്സിങ് ഉണ്ടാവാം, നമുക്ക് അറിയാവുന്ന മേലാത്തൊക്കെ ഇനിയും ഉണ്ടാവാം. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം, ഇനിയും മാർക്ക് കുറഞ്ഞേക്കാം, മാർക്ക് കൂടിയേക്കാം. അപ്പം
പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവിടെയും ഒരു പ്രോബ്ലം. ഇച്ചിരി ഒന്ന് മാർക്ക് പറയുമ്പോൾ ഹൈയിൽ നിൽക്കുന്ന ആൾക്കാർ പോലും അയ്യോ തീർന്നു, അവിടെ ഒന്നും തീരില്ല. എപ്പോഴും പറയുന്ന പോലെ എത്ര താഴോട്ട് പോകുന്നു അതിനനുസരിച്ച് നമ്മൾ ബൗൺസ് ചെയ്ത് കയറി വരിക എന്നുള്ളതാണ്. ശ്രീനന്ദ് ശർമ്മ ആയാലും പോയിട്ടുണ്ട് താഴോട്ട്, പക്ഷെ എത്ര വേഗത്തിലാണ് പോയത് അതിന്റെ ഇരട്ടി സ്പീഡിലാണ് പുള്ളി തിരിച്ചു വന്നത്. വാശിയാണ് ആ ഒരു തിരിച്ചു വരവ്. ആ 720 നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതൊരു നമ്മളുടെ ഒരു തീയായിട്ടാണ്. ആ തീ കെടാതെ നോക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തീർച്ചയായിട്ടും നമുക്ക് കാണാം ക്യാമ്പസുകളിൽ, ഏത് ക്യാമ്പസുകളിൽ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഈ ജനുവരി ഫെബ്രുവരി ആയി കഴിയുമ്പം നമ്മൾ നിന്നതിൽ നിന്നൊന്ന് മാറുക, നമുക്കൊന്ന് വീട്ടിലോട്ട് മടങ്ങുക, അല്ലെങ്കിൽ മറ്റൊരു ക്യാമ്പസിലോട്ട് മാറുക, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് ഇനി ഒന്നിനും സമയമില്ല. നമ്മുടെ തീ കെടാതെ 720 എത്തിക്കുക. അതിന് നമ്മളുടെയൊക്കെ കഴിവിനനുസരിച്ചുള്ള ടാർഗറ്റുകൾ നമ്മളുണ്ടാവുകയും ഓരോ ചോദ്യങ്ങളെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള നമ്മളുടെ കഴിവിനെ എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ അതിലോട്ട് നിങ്ങൾ കടന്നു പോകണം. അങ്ങനെ തന്നെയാണ് 720 നമ്മൾ എത്തുകയും ചെയ്യേണ്ടത്. നീറ്റ് 2025 മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലാണ്. ഇതെനിക്ക് കാണാൻ പറ്റണം അല്ലേ? മെയ് 4-ാം തീയതി ഓരോ ക്വസ്റ്റനും ഞാൻ കാണും, എല്ലാ ക്വസ്റ്റനും ഞാൻ ചെയ്യും, എനിക്ക് എല്ലാം അറിയാമായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊന്ന് ഇമാജിൻ ചെയ്യാൻ സാധിച്ചാൽ മെയ് 4-ാം തീയതി ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്ന ചോദ്യമായിരിക്കും വരുന്നത്, ഇന്ന ഇതായിരിക്കും വരുന്നത്, ഇതെനിക്കറിയാവുന്നതാണ്, ആ ക്വസ്റ്റ്യൻ ഇന്നതാണ്, അതെനിക്കറിയാം. അങ്ങനെയൊന്ന് ഇമാജിൻ ചെയ്യാൻ സാധിച്ചാൽ എവിടെ നിന്നാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നത്? പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതനുസരിച്ച് നമുക്ക് തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിനെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതൊക്കെയാണ് ഈ 720 എത്തുന്നത്. അതല്ലാതെ നിങ്ങളുടെ പ്രീവിയസ് റെക്കോർഡുകളിൽ എന്താണ്, ആ പ്രോഗ്രസ് റിപ്പോർട്ടുകളിൽ എന്താണ്, ആ മാർക്കിന് എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമുകൾ എനിക്ക് എഴുതാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന സിലബസാണ് എന്നുള്ളതിനൊന്നും ഈ 60 ദിവസത്തിൽ യാതൊരു പ്രയോറിറ്റിയുമില്ല. ഒരു ചാപ്റ്ററിനും കൂടുതൽ പ്രയോറിറ്റിയുമില്ല, കുറവുമില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏത് വേണമെങ്കിലും വരാം അല്ലേ? തീർച്ചയായിട്ടും വരാം. ഇപ്പോൾ നമ്മൾ പിന്നെ വേറെയും ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഇവിടെ പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ വേറൊരിടത്ത് പരീക്ഷ എഴുതുമ്പോൾ ഒരു ബുക്ക് കാണുമ്പോൾ അയ്യോ ഇതെല്ലാം ഡിഫിക്കൽട്ടി ലെവൽ, അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റനേ വരും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ എന്തെങ്കിലും ഒരു ക്വസ്റ്റനെങ്കിലും ഡിഫിക്കൽട്ടി ലെവൽ വന്നാൽ പോലും നമ്മൾ ബ്രില്യൻറ്റിൽ ഒരിക്കലും നമ്മൾ 720 ഔട്ട് ഓഫ് 720 അല്ലാതെ ഞങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് അത്രയും ആ ഒരു ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് എന്ന് കരുതി വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ആ ഒരു ലെവലിലല്ല. എപ്പോഴും പറയുന്ന പോലെ ഒരു 90% ബാക്കിയുള്ള സാധാരണക്കാരായ കുട്ടികൾക്ക് എഴുതാൻ തക്കവണ്ണമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം കണ്ടുപിടിച്ച് അത് എൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിഞ്ഞ് കണ്ടുപിടിച്ച് അതിലൂടെ എല്ലാം കടന്നുപോയി ആ ക്വസ്റ്റ്യനുകളെല്ലാം നിങ്ങൾ കണ്ടു, ആ ഓപ്ഷനുകളെല്ലാം നിങ്ങൾ കണ്ടു, അത് മുഴുവൻ നിങ്ങൾ അനലൈസ് ചെയ്തിരിക്കണം. അതിനുള്ള പ്രാക്ടീസും ഈ പറയുന്ന പോലെ 3-ാം തീയതിയോ 4-ാം തീയതി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം തന്നെ എത്രയോ പരീക്ഷ എഴുതിയവരാണ് നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമാണ് ഇനിയുള്ള 60 ദിവസം. നമുക്ക് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ 2024 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും കിട്ടിയ മാർക്കിൻ്റെ വേരിയേഷൻ നോക്കുക. 2023 കുട്ടികളുടെ നോക്കുക, 2022 നോക്കുക. അതായത് ആ എക്സാമിന് നമുക്ക് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടാണെങ്കിലും ഇവിടെ കിട്ടുന്ന ആ ഒരു ആവറേജ് മാർക്കിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ അടുത്ത 60 ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, പരീക്ഷകളിലൂടെ ഒരു പരിശീലന പദ്ധതി, പഠിക്കുക എന്നുള്ളതിൻ്റെ പേര് നമ്മൾ മാറ്റുകയാണ്, പരിശീലിക്കുക എന്നുള്ളത് മാറ്റുകയാണ്. അതിലൂടെ നമ്മൾ കടന്നു പോകണം. തീർച്ചയായിട്ടും അങ്ങനെയാണ് 720 എത്തേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു 720-720കാരനുമായിട്ടാണ് ഇരുന്നതെങ്കിൽ ഈ വർഷം 2025 അവസാനിച്ച് അടുത്ത വർഷം വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരുപാട് 720-720കാരോടൊപ്പം ഈ പ്രോഗ്രാം ഇതുപോലെ നിങ്ങളെ കാണിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എല്ലാം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒരുപാട് കുട്ടികൾ അതിന് റെഡി ആയിട്ട് അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് ക്യാമ്പസിൽ തന്നെ ഉണ്ട്. അവരെല്ലാവരും, അവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും പഠിക്കുന്ന സിലബസ്, നിങ്ങളെല്ലാവരും പഠിച്ച അതേ കണ്ടന്റ്, നിങ്ങളെല്ലാവരെയും പഠിപ്പിച്ച അധ്യാപകർ, നിങ്ങൾ വായിച്ച മോഡ്യൂളുകൾ ഇതെല്ലാം സെയിം ആണ്. ഈ 720 വാങ്ങിക്കുന്ന ആള് അല്ലെങ്കിൽ വാങ്ങിച്ച ആള് പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിനുവേണ്ടി ഇൻഡെപ്തിൽ വേറെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടില്ല, പഠിച്ചിട്ടുമില്ല, NCERT അല്ലാതെ മറ്റൊന്നും വായിച്ചിട്ടുമില്ല. സോ അവിടെ നമ്മൾ തന്നെ ആലോചിക്കണം. ആ ആലോചന ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളൊരു സ്വപ്നം ഇനി എപ്പോഴേ കണ്ടു തുടങ്ങേണ്ടതാണ്. എങ്കിൽ പോലും ഇനിയുള്ള ഓരോ ദിവസവും 720 ആയിരിക്കണം നിങ്ങളുടെ സ്വപ്നം. അപ്പോൾ എപ്പോഴും പറയും പോലെ ഞങ്ങളൊരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.